ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹായുടെ രണ്ടാം ലേഖനം 3-ാം അധ്യായം, അവസാനത്തെ അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. മൂന്നാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, പ്രവാചകന്മാർ മുൻപ് പറഞ്ഞ വചനങ്ങളും സ്ലീഹന്മാർ നൽകിയ നമ്മുടെ കർത്താവിൻ്റെ പ്രമാണങ്ങളും നിങ്ങൾ ഓർക്കാൻ വേണ്ടി, ഹൃദയങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ 2-ാം ലേഖനമെന്ന് ആമുഖമായി അദ്ദേഹം ഇവിടെ പറയുന്നു. പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള ആ പ്രവചനങ്ങൾ, പുതിയ നിയമത്തിൽ സ്ലീഹന്മാർ നൽകിയ കർത്താവിൻ്റെ പ്രമാണങ്ങൾ വീണ്ടും ഓർക്കുന്നതിന് വേണ്ടിയാണ് ഈ 2-ാം ലേഖനം അദ്ദേഹം എഴുതുന്നത്. അതിൻ്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ ആ വരവിനെ കുറിച്ച് പറയുന്നു. അത് സുനിശ്ചിതമാണ്. തീർച്ചയായും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുമെന്നുള്ളതാണ്. എന്നാൽ മതനിഷേധികൾ, ക്രൈസ്തവ സമൂഹത്തെ അധിക്ഷേപിക്കുന്നവർ പരിഹാസരൂപേണ ഇവരോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങളുടെ കർത്താവ് ഇത് വരിക? കാരണം കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ, അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം നമ്മൾ വായിച്ചു. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ മുകളിലേക്ക് നോക്കി കർത്താവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന സ്ത്രീയന്മാരെ നോക്കി, ദുഃഖിതരായി നിൽക്കുന്ന സ്ത്രീയന്മാരെ നോക്കിയെന്ന് മാലാഖ പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? അവൻ പോയതുപോലെ വീണ്ടും വരുമെന്നാണ്. അന്നു മുതൽ സ്ത്രീഹന്മാർ കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്നു. സഭ ഇന്നും കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും കർത്താവ് വരുന്നില്ല? പത്രോസ് ശ്ലീഹ ഈ ലേഖനം എഴുതുന്നത് ഏകദേശം AD 64-66 കാലഘട്ടങ്ങളിലാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. AD 30-35 ഇടയ്ക്ക് കർത്താവിൻ്റെ സ്വർഗാരോഹണം സംഭവിച്ചു. പിന്നീടൊരു 10-30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കർത്താവ് രണ്ടാമത് വരാത്തത് എന്തുകൊണ്ട്? അങ്ങനെ ആക്ഷേപിക്കുന്നവർക്കുള്ള പത്രോസ് ശ്ലീഹായുടെ മറുപടിയാണ് 5 മുതലുള്ള വാക്യങ്ങൾ. അദ്ദേഹം പറയുന്നു, പണ്ട് ഇതേപോലെ തന്നെ പരിഹാസികളായ ആളുകൾ നോഹയുടെ കാലത്ത് നോഹയെ പരിഹസിച്ചു. ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നുവെന്ന് നോഹ പറഞ്ഞപ്പോൾ അവനെ പരിഹസിച്ചു. പക്ഷേ നോഹ പറഞ്ഞതുപോലെ ലോകം വെള്ളത്താൽ അന്ന് നശിക്കാൻ കാരണമായിട്ട് തീർന്നു. ആയതുപോലെ ഇനിയൊരു നാശമുണ്ടാകുന്നെങ്കിൽ അത് വെള്ളത്താലല്ല, അഗ്നിയാലായിരിക്കും. ഒരിക്കൽ ഈ ഭൂമി നശിപ്പിക്കപ്പെട്ടെങ്കിൽ ഇനിയും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് അദ്ദേഹം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. 8-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, മാനുഷികമായ കണക്കുകൾക്കും കലണ്ടറുകൾക്കും വിധേയമല്ല ദൈവവും ദൈവികമായ പദ്ധതിയും. അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിലും കർത്താവ് പറഞ്ഞു, പ്രത്യാഗമനം എപ്പോഴുണ്ടാകുമെന്ന് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് യേശു ദൈവമല്ല എന്ന് പറയുന്ന ചില ആളുകൾ ആ വാക്യമെടുത്ത് ഉദ്ധരിക്കാറുണ്ട്. യേശു അർത്ഥത്തിലല്ല, മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ യേശു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരുന്നല്ലോ. അപ്പം മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ആർക്കും അത് നിശ്ചയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതിന് 90-ാം സങ്കീർത്തനം 4-ാം വാക്യം പത്രോസ് ശ്ലീഹ ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ദൈവത്തിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ആകാം. ഒരു ദിവസം 1000 സംവത്സരം പോലെയാണെങ്കിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്തിട്ട് എത്ര വർഷങ്ങളായി നമുക്ക് ഒരിക്കലും കൂട്ടാനാവില്ല. കാരണം 30 ദിവസം 30,000 സംവത്സരമാകുമല്ലോ ഒരു മാസം തന്നെ. അപ്പോൾ 2000 വർഷത്തെ നമുക്ക് കണക്ക് കൂട്ടുക അസാധ്യമാണ്.
എന്നാൽ 1000 സംവത്സരം ഒരു ദിവസമായി കണക്കാക്കിയാൽ കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2000 വർഷമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിലേതാണ് കണക്ക് എന്ന് ചോദിച്ചാൽ ഒരിക്കലും മാനുഷികമായ കണക്കുകൾക്ക് വിധേയനല്ല ദൈവം. എന്നാൽ ദൈവം ചെയ്ത വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം അതിൽ നിന്ന് പിന്മാറുകയില്ല. അത് കാലവിളംബം ഉണ്ടാകുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ താമസമുണ്ടാവുന്നത്? അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമയോട് ദൈവം കാത്തിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെട്ട് എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയുള്ള കാലതാമസമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ മാനസാന്തരത്തിനും പുതിയ ജീവിതത്തിനുമുള്ളതായ മാർഗങ്ങൾ കർത്താവ് സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്നൊക്കെ ഇതിനു മുമ്പുള്ള ലേഖനങ്ങളിൽ പൗലോസ്ലീഹ ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ടല്ലോ. എന്നാൽ 10-ാം വാക്യത്തിൽ അദ്ദേഹം വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ വരവ് ആരും അറിയാത്ത നാഴികയിൽ കള്ളനെ പോലെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കും. അന്ന് സർവവും നാശത്തിന് വിധേയമാകും. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സഭാമക്കളുടെ ചുമതല എന്താണ്? അപ്പം അദ്ദേഹം പറയുന്നു, 1. വിശുദ്ധരും ദൈവഭക്തരുമായി നമ്മൾ ജീവിക്കണം. 2. ആ ദിനത്തെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിക്കണം. അങ്ങനെ പ്രതീക്ഷിച്ച് കഴിയുന്നത് നീതി വസിക്കുന്ന പുതിയ ഒരു അന്തരീക്ഷമാണ്. അപ്പം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭീതികരമല്ല, വലിയ സന്തോഷത്തിന് ഇടയാക്കുന്ന കാര്യമാണ്. ഇനിയും 14-ാം വാക്യം എഴുതുമ്പോൾ ഇവയെ പ്രതീക്ഷിച്ച് കഴിയുന്ന നിങ്ങൾ അനുവർത്തിക്കേണ്ട ജീവിത രീതി എന്താണ്? കർത്താവിൻ്റെ ആ വീക്ഷണത്തിൽ കറയും കളങ്കവുമില്ലാത്തവരും സമാധാനത്തിൽ വസിക്കുന്നവരും ആയിരിക്കാനുള്ള ഉത്സാഹമാണ്. വിശുദ്ധമായ ജീവിതം നയിക്കുക എന്നർത്ഥം. ദൈവികമായ സമാധാനത്തിൽ കഴിയാൻ വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി നമ്മൾ സമർപ്പിക്കുക. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ആ ദീർഘക്ഷമ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് മിസ്റ്റർ ശ്ലീഹ ഇവിടെ ആവർത്തിക്കുകയാണ്. അതിനുശേഷം പിന്നീട് വിശുദ്ധ പൗലോസിനെ കുറിച്ചുള്ള പറയുന്ന സാക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെയും തൻ്റെയും ആശയങ്ങൾ, ഉപദേശങ്ങൾ ഒന്നു തന്നെയാണ്. ഇവിടെ ആ പൗലോസ്ലീഹയെപ്പറ്റി പത്രോസ്ലീഹ പറയുന്ന അദ്ദേഹത്തിൻ്റെ പൗലോസിൻ്റെ ആശയങ്ങൾ വളരെ ഗഹനങ്ങളാണ്. എന്നാൽ അറിവില്ലാത്തവരും വിശ്വാസ സ്ഥിരതയില്ലാത്തതുമായ ആളുകൾ അത് പലപ്പോഴും വളച്ചൊടിക്കാറുണ്ട്. അവർ സ്വയം വ്യാഖ്യാനം വഴിയാണ് ഇക്കാര്യം ഒക്കെ ചെയ്യുന്നത്. നമുക്കിന്ന് ആധുനിക കാലത്ത് അത് ധാരാളം കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്നാൽ സഭയുടെ ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം, വേദപുസ്തകം എന്ന സത്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ പുതുതായിട്ട് പൊട്ടിമുളച്ച് വരുന്ന ചില സെക്ട്സ് അല്ലെങ്കിൽ ചില കൂട്ടങ്ങൾ സുവിശേഷങ്ങൾ വ്യത്യാസപ്പെടുത്തുകയും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളോട് ചില കൂട്ടിച്ചേർക്കലുകൾ ഒക്കെ ഉണ്ടാക്കി വേദവിപരീതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആദിമ കാലം മുതൽ അതുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആശയം എന്തെന്ന് ഗ്രഹിക്കാതെ അവരെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. വേദവിരീതികൾ ഒരിക്കലും ഈ തിരുവെഴുത്തിനെ നിഷേധിക്കുന്നില്ല, പക്ഷെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അതിന് വിധേയമാകാതെ സഭ നൽകുന്ന ഔദ്യോഗിക വ്യാഖ്യാനങ്ങളിലൂടെ ആ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ നമുക്കിടയാകണം. 17-18 വാക്യങ്ങളിൽ അദ്ദേഹം 2-3 കാര്യങ്ങൾ പറയുന്നു. 1. അധർമ്മികളുടെ തെറ്റിൽ വീഴാതിരിക്കാൻ പ്രത്യേകമായി നമ്മൾ കരുതലുള്ളവരായിരിക്കണം.
2 ദൈവികമായ കൃപയിലും ആ വിജ്ഞാനത്തിലും നമുക്ക് വളരാൻ സാധിക്കണം. 3 അവസാനമായി നമ്മൾ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടണം. അങ്ങനെ കർത്താവിൻ്റെ പരസ്യശുശ്രൂഷയുടെ ആരംഭ നാളുകൾ മുതൽ കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവിൽ നിന്ന് ഏറെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ, വാഗ്ദത്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു പത്രോസ് ശ്ലീഹായെ നമുക്കറിയാം. സ്ലീഹന്മാരുടെ തലവനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മറ്റ് സ്ലീഹന്മാർക്ക് ലഭിക്കാത്ത ഒരുപാട് അവസരങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളൊക്കെ കർത്താവിൽ നിന്ന് നേരിട്ട് ലഭിച്ച വ്യക്തിയാണ് പത്രോസ് ശ്ലീഹ. അദ്ദേഹം ഈ 2 ലേഖനങ്ങളിലായി നമ്മെ ഓർമ്മപ്പെടുത്തിയത് കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ നമ്മൾ അടിയുറച്ച് ഈ ഭൂമിയിൽ ജീവിക്കണമെന്നും കർത്താവിൻ്റെ പ്രത്യാഗമനം അത് സുനിശ്ചിതമാണെന്നും അത് എപ്പോൾ എന്ന് മനുഷ്യന് നിശ്ചയിക്കാനാവില്ലെന്നും എപ്പോൾ വന്നാലും ആ കർത്താവിനോട് ചേരുവാൻ തക്കവണ്ണം വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണമെന്നുമാണല്ലോ. ആ പരിശുദ്ധനായ ആ പത്രോസ് ശ്ലീഹായുടെ ലേഖനം ഇപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്. അതിൽ നിന്ന് കേട്ടതായ കാര്യങ്ങൾ, വായിച്ചതായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാളെ മുതൽ നമ്മൾ ഇനിയും യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 3 ലേഖനങ്ങളാണല്ലോ അദ്ദേഹത്തിനോട് ഉള്ളത്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ പഴയ നിയമ ഗ്രന്ഥങ്ങളിലേക്ക് അതിനെ കുറിച്ച് പഠിക്കാൻ ഒരു ശ്രമം നമുക്ക് നടത്താം, വായിക്കാൻ. അതിനെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ കൂടി ഇത് വായിക്കുവാനുള്ള പ്രേരണ നിങ്ങൾ നൽകുക. അതൊരു സുവിശേഷത്തിൻ്റെ ഭാഗമായി അതിനെ നമ്മൾ കാണേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.